യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബസ്സിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ ഈ കണ്ടക്ടർക്ക് സമാന്തരമായിട്ടുള്ളൊരു സീറ്റിൽ മിക്കവാറും ഒക്കെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. കോഴഞ്ചേരിയൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ലേഡി കയറും. അപ്പോൾ ആ ലേഡി വരുമ്പോൾ ലേഡിക്ക് ടിക്കറ്റ് കൊടുക്കും, പൈസ വാങ്ങുന്ന കണ്ടിട്ടില്ല. ടീച്ചറെ പത്രമൊക്കെ വായിച്ചു, പിടിയിലായി, അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് എന്നോട് സ്റ്റോറി പറയുന്നത്, ഞാൻ പിന്നിൽ കണ്ട കുട്ടിയാണ് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ട്. നമസ്കാരം, CTVയിലേക്ക് സ്വാഗതം. ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്ന ഈ എപ്പിസോഡിൽ ചങ്ങനാശ്ശേരിയിലെ വിശിഷ്ട വ്യക്തികളെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ചങ്ങനാശ്ശേരിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും ചങ്ങനാശ്ശേരിയിലെ ന്യൂസ് വാല്യൂ ഉള്ളതുമായിട്ടുള്ള പല വ്യക്തിത്വങ്ങളെയും പല സംഭവങ്ങളെയും ഒക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നതാണ് ശരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. വിദ്യാർത്ഥി നേതാവായും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സണായും അധ്യാപികയായും കോളേജ് പ്രിൻസിപ്പളായും റിട്ടയർ ചെയ്ത ഡോക്ടർ റോസമ്മ ഫിലിപ്പ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റോസമ്മയ്ക്കൊരു ഒരു ചരിത്രമുണ്ട്. റോസമ്മ വർക്ക് ചെയ്തിരുന്ന 31 വർഷവും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരേ ബസ്സിന് ഒരേ റൂട്ടിൽ 64 കിലോമീറ്ററോളം ഡെയിലി ട്രാവൽ ചെയ്യുമായിരുന്നു, വൺ സൈഡ്. അങ്ങനെ ഒരേ റൂട്ടിൽ രാവിലെ പോകും, അതുപോലെ അവിടുന്ന് വൈകിട്ട് 64 കിലോമീറ്റർ തിരിച്ചും യാത്ര ചെയ്തുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതും രാവിലെ പൊയ്ക്കൊണ്ടിരുന്നത് തിരുനെൽവേലിക്ക് പോകുന്ന ബസ്സിലാണ് രാവിലെ. ഡോക്ടർ റോസമ്മ ഫിലിപ്പ് ഏത് വർഷമാണ് ശരിക്കും യാത്ര തുടങ്ങിയത്? 1995 മുതലാണ് യാത്ര റെഗുലർ ആകുന്നത്. 94 എനിക്ക് ജോലി കിട്ടിയെങ്കിലും 95 മുതലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, 65 കിലോമീറ്റർ. അന്നപ്പോൾ ആദ്യ സമയങ്ങളിൽ അവിടെ താമസിക്കുമായിരുന്നോ? അല്ലല്ല, പോയി വരിക തന്നെയായിരുന്നു. ആണോ? നമ്മളൊരു പ്രത്യേക സമയത്തും വിവാഹത്തിന് ശേഷം ആദ്യ പ്രഗ്നൻസിയിൽ കുറച്ച് നാള് അവിടെ താമസിച്ചു. പിന്നീട് റെഗുലർ ആയിട്ട് നമ്മൾ 30 ഇയേഴ്സ് കൂടുതലാണ് ചെയ്തോ ശരിക്കും? അതെ, യാത്ര ചെയ്തിട്ടുണ്ട്. 30 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ തിരുനെൽവേലി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരുന്നപ്പോൾ അവസാനമൊക്കെ എല്ലാ ശനിയാഴ്ചയൊക്കെ പോകേണ്ടി വരുമായിരുന്നു. എത്ര കൊല്ലം അങ്ങനെ പോയി? ശനിയാഴ്ചകളിൽ അല്ലാതെയും ചിലപ്പോഴൊക്കെ വർക്കിംഗ് ഡേയ്സിൽ പോകും. കൃത്യമായി പറയാൻ ആവില്ലെങ്കിലും പ്രിൻസിപ്പലായിട്ടിരുന്ന 5 വർഷക്കാലം ഏതായാലും എല്ലാ സാറ്റർഡേയ്സിലും നമുക്ക് പോകണമായിരുന്നു. അതായത് ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു 600 കിലോമീറ്ററിൻ്റെ അടുത്ത് അല്ലാതെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അതിൽ വൺ സൈഡ് എന്നും സെയിം ബസ്, സെയിം ടൈം, 2 മണിക്കൂർ മിനിമം. അത്ര നാള് ഈ ബസ് ജേണി ഇത്ര നാളും ഒക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ഒന്നും ബോറടിക്കുകയല്ലായിരുന്നോ? ദിവസവും ഇതേ ആൾക്കാർ സെയിം കാണുന്നവർ ചിലപ്പോൾ വ്യത്യാസം കാണും, അതേ റൂട്ട്, അതേ വണ്ടി. ഞാനും ഇടയ്ക്ക് എത്ര മണിക്കൂർ ഈ റൂട്ടിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഏകദേശം ഒരു എന്തായാലും 23,000-24,000 കിലോമീറ്റർ ഇതേ റൂട്ടിൽ തന്നെ യാത്ര ചെയ്യും. ഇനി അഥവാ ഒരു ശനിയാഴ്ച ദിവസം ഞാൻ കോളേജിൽ പോകുന്നില്ലെങ്കിൽ എന്തായാലും അന്നും എനിക്കൊരു യാത്ര ഉണ്ടാവും, ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തേക്കുള്ള യാത്രയോ. അതും ഇതുപോലെ തന്നെ ബസ്സിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും 25,000-ലധികം കിലോമീറ്റർ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കിലോമീറ്ററല്ല, മണിക്കൂറുകൾ, 25,000-ലധികം മണിക്കൂറുകൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ റോസമ്മയുടെ യാത്രയെ പറ്റിയൊക്കെ കേട്ടപ്പം സത്യത്തിൽ തോന്നിയ ശുഭാംശു സ്പേസിലേക്ക് പോയ മൊത്തം 400 ചില്ലുവാനും കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ ഒരാഴ്ചയിൽ തന്നെ 600 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ശുഭാംശു ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിൽ എത്തിയതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് എൻ്റെ 2 കാലുകളും കെട്ടി ഗ്രൗണ്ട് ലെവലിലാക്കുകയായിരുന്നു, അല്ല ഞാൻ ഉയർന്നു പോകും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്തനാപുരം വരെ യാത്ര ചെയ്തപ്പോഴും എൻ്റെ ഒരു റൂട്ടല്ലേ എൻ്റെ കൃത്യമായിട്ടുള്ള ബേസ് ചങ്ങനാശ്ശേരി ഉറപ്പിക്കുക എന്നുള്ളത് തന്നെ ലക്ഷ്യമായതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ യാത്രയുമായി ബന്ധിപ്പിച്ച് ഞാൻ ഈ ചങ്ങനാശ്ശേരി പത്തനാപുരം യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് ഒരു അഭിമാനം. ചങ്ങനാശ്ശേരി വിട്ടുപോകാതെ എൻ്റെ ബേസ് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും. ഇപ്പോൾ ഒരു യാത്രക്കാരിയായിട്ട് KSRTCയിൽ ഒരുപക്ഷെ ഒരു പുതിയ റെക്കോർഡിൻ്റെ ഉടമയും കൂടി ആയിരിക്കാം അത്, ഒരു വനിതയുടെ ഇടയിൽ നിന്ന് റോസമ്മ ഫിലിപ്പ്. അതെനിക്കറിയില്ല,
സമാനമായ സാധ്യതയുണ്ട്. സമാനമായ യാത്രകൾ ചെയ്യുന്ന 30 ഒരുപാട് കിലോമീറ്റർ സ്ത്രീകളുണ്ടാവും. ഡെയിലി കാണത്തില്ല ഇത്ര. എന്നാലും ചിലരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് മറ്റു പല ഇടങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ കൂടെയുള്ള കോ പാസഞ്ചേഴ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസമൊക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ റോസമ്മ ഫിലിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ സെയിം. അങ്ങനെ ഉണ്ടായിരുന്ന വേറെ ആരെങ്കിലും ആ റൂട്ടിലുണ്ടായിരുന്നോ വണ്ടിക്കകത്ത്? ഭൂരിഭാഗം പേരും മറ്റു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ പോസിബിലിറ്റി ഉള്ളവരായതുകൊണ്ട് അങ്ങനെയുള്ള സെക്ടേഴ്സിലുള്ളവരൊക്കെ ഒരു പീരീഡ് കഴിയുമ്പം 2-3 years ഒക്കെ കഴിയുമ്പോൾ നാച്ചുറലി മാറുമല്ലോ. ആദ്യകാലം മുതൽ അതേ റൂട്ടിൽ എന്നോടൊപ്പം പത്തനാപുരത്തിന് അടുത്തുള്ള ഒരു സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ കോട്ടയം അപ്പറെ, തിരുവാർപ്പ്, കിളിരൂർ അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ടീച്ചറായിരുന്നു. ടീച്ചർ കൃഷ്ണാംബിക ടീച്ചറും ഇതേപോലെ തന്നെ എന്നോടൊപ്പം സ്ഥിരമായിട്ട് ഈ വണ്ടി തന്നെയാണോ? ഈ വണ്ടി ചിലപ്പോൾ തെങ്കാശി ബസ്, തിരുനെൽവേലി ബസ്, ഈ 2 ബസ്സുകൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരേ റൂട്ടിൽ ഞങ്ങൾ എത്തിച്ചേരുന്ന ഈ 2 ബസ്സുകളിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. പക്ഷെ റോസ് ഫിലിപ്പ് മിക്കവാറും ഒരു 90% ഈ വണ്ടി തന്നെ തിരുനെൽവേലിക്ക് തന്നെ പോവാം അല്ലേ? അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ പ്രത്യേകം മെമ്മറബിൾ ആയിട്ടുള്ള പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാര്യം അനുഭവങ്ങൾ കാണുമല്ലോ തീർച്ചയായിട്ടും. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പരിചയപ്പെടുന്നവരെയൊക്കെ ഓർത്തിരിക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണും. നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യത്യാസമുണ്ട്. നമ്മളൊരു 2000 ഒരു 10-15 years അതിനൊക്കെ മുമ്പുള്ള ഒരു സമയം വരെ നമ്മൾ അടുത്തിരിക്കുന്ന ഏതൊരാളും നമ്മോട് സംസാരിക്കും. പക്ഷെ അതിനുശേഷമുള്ള കാലത്ത് മൊബൈൽ ഫോൺ വന്നതോടുകൂടി അധിക സംസാരങ്ങളൊന്നുമില്ല. പക്ഷെ സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അവരെ ഓർത്തിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഓരോ യൂണിക് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ചില രസകരമായ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകും. ചില ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പം വളരെ ആസ്വദിച്ച് പാട്ടുപാടി ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇനി ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിനൊരു ഹാർമണി എപ്പോഴും ബസ്സിനെ സ്വാധീനിക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ കണ്ടക്ടറോട് വിരോധമുള്ള ഡ്രൈവറാണ്, അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവരിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെറുപെറുക്കും, വണ്ടി നിർത്തത്തില്ല, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവർ എത്ര കൃത്യതയോടെയാണ് അവരുടെ ജോലി നിർവഹിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഏകദേശം 30-ലധികം കുട്ടികളും KSRTC ബസ്സിൽ കണ്ടക്ടർമാരായിട്ടുണ്ട്, പെൺകുട്ടികൾ. അവരെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് BEd ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇവർ ചെയ്യുന്ന ജോലിയോട് അതുകൊണ്ട് എത്ര ആത്മാർത്ഥതയോടെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അത് നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയാൽ അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഇത്ര അധികം യാത്രക്കാരുടെ അടുത്ത് ചെന്ന് അവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് പൈസ വാങ്ങി ബാലൻസ് തിരികെ കൊടുത്ത് അത് പൂർത്തിയാക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പലതരത്തിൽ റിയാക്ട് ചെയ്യും. 5 രൂപ ചില്ലറ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അത് നിങ്ങളുടെ ജോലിയല്ലേ, ചില്ലറ തരേണ്ടത് ഇങ്ങോട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വയലൻ്റ് ആകുന്ന യാത്രക്കാർ കാണും. ടിക്കറ്റ് എടുക്കാൻ മടി കാണിക്കുന്ന യാത്രക്കാർ കാണും. എല്ലാവരോടും കൈകാര്യം ചെയ്ത് എത്ര വിവിധ സംസ്കാരത്തിലുള്ള ആൾക്കാരോടാണ് ഇവർ ഇടപെടുന്നത്. ബസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് തിരുനെൽവേലി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ മിക്കവാറും ഒക്കെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഒരു ചെറിയ നോട്ടം നമ്മൾ വന്നിട്ടുണ്ടോ. തീർച്ചയായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ബസ്സുകളിലെല്ലാം. അപ്പൊ കൃത്യമായിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബസ് പോകുന്നു, ഇതിന്റെ എല്ലാം കാര്യങ്ങൾ അതിൽ യാത്രക്കാർ അറിയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ ഒരു കുടുംബം പോലെ. പിന്നെ നമ്മൾ ഒരുമിച്ച് ബസ്സിൽ പ്രധാന ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ്, ഓണം, അങ്ങനെയൊക്കെ യാത്രക്കാർ ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എനിക്ക് ഒരു യാത്രയയപ്പ് ബസ്സിൽ അവർ നൽകിയിരുന്നു. അപ്പൊ ഇതെല്ലാം വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ യാത്രയുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട്, യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബസ്സിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ ഈ കണ്ടക്ടർക്ക് സമാന്തരമായിട്ടുള്ളൊരു സീറ്റിൽ മിക്കവാറും ഒക്കെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടർ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ബസ്സിങ്ങനെ വരുന്ന വഴിക്ക് അപ്പോൾ കണ്ടക്ടർ നമ്മളോട് വളരെ മര്യാദയ്ക്കാണ് പെരുമാറുന്നത്. എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. എൻ്റെ കൂടെ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ടക്ടറോട് പറയും, ഇത് കുന്നംകുളത്തോട്ടുള്ളതായിട്ടോ എൻ്റെ കൊച്ചാണ്, നോക്കണേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയും. വളരെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പോൾ അങ്ങനെ യാത്ര ഇടയ്ക്കൊരു കോഴഞ്ചേരിയൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ലേഡി കയറും. അപ്പോൾ ആ ലേഡി വരുമ്പോൾ ലേഡിക്ക് ടിക്കറ്റ് കൊടുക്കും, പൈസ വാങ്ങുന്ന കണ്ടിട്ടില്ല. ഇവർ തമ്മിൽ ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ആരാവും ഈ സ്ത്രീ പിന്നിലേക്കിടയ്ക്ക് ആ കുട്ടിയെ നോക്കുന്നതും കണ്ടിട്ടുണ്ട്. ആരാവും ഈ സ്ത്രീ, എന്താവും ഈ കുട്ടിയായിട്ടുള്ള ബന്ധം, അതോ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നിട്ട് വീട്ടിൽ പോകുന്ന കുട്ടിയാണോ എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബസ്സിൽ കയറുമ്പോഴേക്കും എന്നോട് അന്നത്തെ കണ്ടക്ടറിനോട് ചോദിക്കുവാണ്, ടീച്ചറെ പത്രമൊക്കെ വായിച്ചു? ഞാൻ പറഞ്ഞു എന്താ വിശേഷം? അപ്പോൾ ആ കണ്ടക്ടറുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, പിടിയിലായി, അറസ്റ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോഴാണ് എന്നോട് സ്റ്റോറി പറയുന്നത്, ഞാൻ പിന്നിൽ കണ്ട കുട്ടിയാണ് കേരളത്തിലെ ഏറ്റവും
കുപ്രസിദ്ധമായിട്ടുള്ള കിളിരൂർ ശാരി കേസിലെ ശാരി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു പിന്നിലിരുന്നത്. ഇടയ്ക്ക് കയറുന്ന സ്ത്രീ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്നോട് ആ കണ്ടക്ടർ പങ്കുവച്ചൊരു കാര്യമുണ്ട്, ടീച്ചറെ അവനോട് എല്ലാ ദിവസവും ബസ് എവിടെ എത്തി എവിടെയായി എന്നൊക്കെ ചോദിക്കുന്ന പല ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഈ ഫോൺ പരിശോധനയിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമായിരിക്കുകയാണ്, ഇനി എങ്ങനെയായി തീരും എന്നറിയില്ല എന്നിങ്ങനെ പങ്കുവച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ചില എപ്പിസോഡുകളും തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ സമാനമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ എപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായി നമ്മളിങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ഇത് തമിഴ്നാട്ടിലേക്ക് തിരുനെൽവേലിക്ക് പോകുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചങ്ങനാശ്ശേരിയിലെ തമിഴ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ തീർച്ചയായിട്ടും കാണും. അങ്ങനെയുള്ള വല്ലോ ആൾക്കാരായിട്ടൊക്കെ പരിചയം ഉണ്ടായിരുന്നോ? സ്ഥിരമായിട്ട് കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ നല്ല സൗഹാർദ്ദം പുലർത്തുന്നവരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ പത്രപേപ്പറുകളും ഒക്കെ ശേഖരിക്കാൻ വരുന്ന പല സ്ത്രീകളും അവരുടെ നാട്ടിലേക്ക് യാത്ര പോകുന്ന ഈ ബസ്സിലായി. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. പൊതുവെ അവരുടെ ഇടപെടൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ബസ്സിലായിരുന്നെങ്കിൽ അവർ പരസ്പരമുള്ള ഇടപെടൽ, പിന്നെ അവരെ ബസ്സെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗം എപ്പോഴും അവിടെ കാണും അവരെ യാത്രയാക്കാനായിട്ട്. വളരെ സ്നേഹപൂർവ്വമുള്ളൊരു യാത്രയെ കൊടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ അവരുമായിട്ടും വലിയ സൗഹാർദ്ദമുണ്ട്. അതുപോലെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ടീച്ചറിന് അവിടെ ആഴ്ചയിൽ എത്രയാ 15 മണിക്കൂർ 16 മണിക്കൂറാണ് നിങ്ങൾക്ക് അവിടെ ക്ലാസ് റൂംസിൽ ചിലവാക്കേണ്ട. ബസ്സിൽ മാത്രം ഇരുന്നുകൊണ്ട് അന്നത്തെ വർക്കുകളൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പം മിക്കവാറും ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടതും പിറ്റേ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതും എല്ലാം ബസ്സിലിരുന്നുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്ന് കേട്ടിട്ടുണ്ട്. ബസ്സിലിരിക്കുന്ന സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു സമയമായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം കൃത്യമായിട്ട് ആലോചിക്കാനും അതിനെ ഒന്ന് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യാനും, എങ്ങനെ എന്തൊക്കെ പറയണം, ഏത് ഉദാഹരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കണം, ഏത് ജീവിത സാഹചര്യങ്ങളുമായി അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും, എന്തു പറഞ്ഞാൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഊർജം അതിലൂടെ ലഭ്യമാകും, അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും. ഇവയെല്ലാം കണക്ട് ചെയ്ത് ഞാൻ കോളേജിൽ എത്തുമ്പോഴേക്കും എനിക്ക് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഇക്കാലത്ത് നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു 25 വർഷക്കാലം ഞാനൊരു കടലാസ് പോലും ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എത്തുമ്പോൾ എല്ലാം ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ പോലെ എൻ്റെ മനസ്സിൽ വളരെ കൃത്യമായി തെളിഞ്ഞു വരുമായിരുന്നു. എനിക്കത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ പത്തനാപുരം റൂട്ടിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആദ്യമൊക്കെ എനിക്കറിയാം വണ്ടികളൊക്കെ തീരെ കുറവായിരുന്നു. അവസാന കാലഘട്ടമായപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായപ്പോൾ പത്തനാപുരത്ത് നിന്ന് ഇഷ്ടം പോലെ ബസ്സുകൾ ഇങ്ങോട്ടാണ്. അപ്പോൾ അതിന് ആ സീനോറിയോയിൽ വന്ന ചേഞ്ച് എങ്ങനെയാണ് ആ ലാസ്റ്റ് 3 ഇയേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്തത്? ആദ്യകാലത്ത് ഇവിടുന്ന് പോകുന്ന ഈ തിരുനെൽവേലി തെങ്കാശി ബസ്സുകൾ മാത്രമാണ്. തിരിച്ച് നമുക്ക് അക്കാലത്ത് ഉണ്ടായിരുന്നു 2000 ശേഷം ഒരു വഴിക്കടവ് ബസ് ഉണ്ടായിരുന്നു. പിന്നീട് ആ ബസ് നിർത്തലാക്കി. പക്ഷേ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായിട്ട് പത്തനാപുരത്തു നിന്ന് തന്നെ ആരംഭിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ നിരവധിയുണ്ട്. അവസാന സമയത്ത് ഞാൻ 5:10 പത്തനാപുരത്തു നിന്ന് ആരംഭിക്കുന്ന മാനന്തവാടി ബസ്സിലായിരുന്നു വരുന്നത്. മിക്കവാറും ഒക്കെ ആ ബസ്സിൽ കയറുന്ന സമയത്ത് ഞാനും ഡ്രൈവറും കണ്ടക്ടറും ഏറിയാൽ 1-2 യാത്രക്കാരും മാത്രമേ കാണാറുള്ളൂ. എങ്കിലും തിരുവല്ലയൊക്കെ എത്തുമ്പോഴേക്കും ബസ് എപ്പോഴും ഫുള്ളായിരിക്കും. അപ്പോൾ അതൊരു വലിയ സൗകര്യമായിരുന്നു എനിക്ക്. എൻ്റെ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് സാവധാനം ഈ ബസ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. 4 ജില്ലകളിലെ അധ്യാപകരുമായിട്ട് എല്ലാ ദിവസവും ഇടപെടാനുള്ള അവസരം എനിക്ക്. കാരണം എൻ്റെ യാത്ര ആരംഭിക്കുന്ന കോട്ടയം ജില്ലയിലാണ്. തിരുവല്ലയാകുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയായി, ചെങ്ങന്നൂരായപ്പോൾ ആലപ്പുഴയായി, യാത്ര അവസാനിക്കുന്നത് കൊല്ലം ജില്ലയാണ്. അപ്പം 4 ജില്ലകളിലെ അധ്യാപകർ എല്ലാ ദിവസവും അവർ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നോട് പങ്കുവെക്കാറുണ്ടായിരുന്നു. അതെനിക്ക് വളരെ വലിയൊരു റിസോഴ്സായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെ അധ്യാപകരോട് സംസാരിക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ എന്നോട് എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് ടീച്ചറെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അതിനെനിക്ക് സഹായിച്ചത് ഈ അധ്യാപകരുടെ പങ്കുവയ്ക്കലുകളാണ്. എന്താണ് ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്താണ് ക്ലാസ് മുറികളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതോറിറ്റികളിൽ നിന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവർ പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരുമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നമ്മോടൊപ്പം യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ അവരുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്ത് അവർ നേരിടുന്ന അവരുടെ ഉത്കണ്ഠകൾ, ആകുലതകൾ, പ്രത്യേകിച്ച് ആദ്യകാലത്തില്ലാതിരുന്ന വലിയ മാറ്റം. നമ്മൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പം യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂരുണ്ട്, അടൂരുണ്ട്. അപ്പോൾ അവരിങ്ങനെ അവരുടെ പഠനാനുഭവങ്ങൾ
അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഉത്കണ്ഠകൾ ഇതൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഓരോ യാത്രയും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ളൊരു വലിയ അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ജോബിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ പോകുന്ന യാത്രകൾ നിർത്തി. ഇപ്പം ഇനിയും KSRTC യാത്രകൾ, ദീർഘദൂര യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ ഇതിൽ? അതോ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തോ? ഇത്രയും നാൾ യു ഹാവ് ഹാഡ് ഇനഫ് ഓഫ് ജേർണീസ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്താണ് സത്യത്തിൽ ഈ ബസ്സിലിരിക്കുന്ന ഒരു റെസ്റ്റ് അല്ലേ. കേരളത്തിൽ ഞാൻ എപ്പോഴും സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും നമ്മുടെ സഹപ്രവർത്തകരോടും ഒക്കെ പറയാറുണ്ട്, ഏത് സ്ത്രീക്കാണ് ഒരു 4-5 മണിക്കൂർ വെറുതെ ഇങ്ങനെ നമ്മൾ പറയത്തില്ല സിംപ്ലി സിറ്റിംഗ്, ടിക്കറ്റ് എടുക്കുന്നു ബസ്സിൽ ചുമ്മാതിരിക്കുകയാണ്, അതിനെ ഞാനൊരു വളരെ റെസ്റ്റായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ബസ്സിലിരിക്കുന്ന ഒരു സമയം നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ട്, അതിനെയെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കളയാനും. ഞാനിപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും ഒരു വളരെ റിഫ്രഷ്ഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടാണ്, വളരെ ശാന്തമായിട്ടാണ് ഇറങ്ങാറുള്ളത്. ബസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കയറുമ്പം ചില ഉത്കണ്ഠകൾ കാണും, അവിടുന്ന് കയറുമ്പോഴും ചില ഉത്കണ്ഠകൾ കാണും. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിനെല്ലാം ഒന്ന് ഓവർകം ചെയ്ത് നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ റെസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇനിയും ജേർണി തുടരും? ജേർണി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആദ്യം ഞാൻ വിചാരിക്കുന്നത് അതിന് ബസ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, വലിയ ഇൻകൺവീനിയൻസ് ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും ബസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ശരി. ട്രെയിനിനപ്പം യാത്ര അങ്ങനെ ചെയ്യാറില്ല, യൂസ് ടു ബസ് ജേർണീസ് അല്ലേ? അതാണ് ഇപ്പോഴും അല്ലേ? അപ്പം ഇനി എന്താണെങ്കിലും ഇപ്പം യു ഇന്റൻഡ് ടു കണ്ടിന്യൂ യുവർ ജേർണീസ് ഇൻ സെർച്ച് ഓഫ് ന്യൂ എക്സ്പീരിയൻസസ് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും യാത്ര തുടരുന്നു. അപ്പം ഇനി എല്ലാം മംഗളങ്ങളും ശുഭയാത്രയും ഒക്കെ ഒപ്പം നേരുന്നു. ഇനി ഇതുപോലെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, പുതിയ പുതിയ യാത്രകൾ തുടരട്ടെ. താങ്ക് യു.